ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലെ മാഷ് ഞാനും സ്വാർത്ഥനായിപ്പോയി, അവളിവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആഗ്രഹിച്ചു പോയെന്ന് പറയുമ്പോൾ കമല പറയും, അവളുടെ അമ്മ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം കൂടെ ഞാൻ മോശമായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ അവൾ ഇവിടുന്ന് പോയേനെ അല്ലേ. ഇതിപ്പോൾ ഒരു ദിവസം അവൾക്ക് പിടിച്ചു നിർത്താനായി, ഇനിയും അതിന് കഴിയോ? അവളെ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന വിധം അപമാനിച്ചും ദേഷ്യപ്പെട്ടും പെരുമാറിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ആ കുട്ടിയുടെ ജീവിതം ഓർത്ത് ഉള്ളു പൊള്ളി ജീവിക്കാറായി നമ്മള് എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തോടുകൂടെ പൊട്ടിക്കരയുമ്പോൾ മാഷ എഴുന്നേറ്റ് കമലയെ ചേർത്ത് പിടിക്കാണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് നല്ല ദേഷ്യത്തോടു കൂടെ വീട്ടിലേക്ക് വന്നു കയറാണ്. പത്മം വന്നിട്ട് വയ്ക്കും, നീ വർഷയുടെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞില്ലേ, എന്തേ പോയില്ലേ? അവളും കുഞ്ഞും കാത്തിരിക്കില്ലേ? ശ്രീകാന്ത് ദേഷ്യത്തോടു കൂടെ പറയും, പോയില്ല. അതെന്തു പറ്റി? ശ്രീകാന്ത് പറയും, സ്വസ്ഥത കെടുത്താനായി അമ്മയുടെ മകളും ഭർത്താവും കൂടെ ഇറങ്ങിക്കഴിയുമ്പോ പിന്നെ ദേഷ്യം വരാണ്ടിരിക്കോ എന്ന് നല്ല ദേഷ്യത്തിൽ പറയുമ്പോൾ ഇത് കേട്ട് ശങ്കരൻ വന്ന് കാര്യം തിരക്കണേ. സ്വസ്ഥതയില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് നീയൊക്കെ കൂടെ അല്ലേ ശ്രീകാന്തേ? പിന്നെ അതിനെ തുടർന്ന് ഓരോന്നുണ്ടാകുമ്പോ ഇവിടെ കിടന്ന് വിഷമിച്ചിട്ട് എന്താ കാര്യം? ശ്രീകാന്ത് പറയും, ഞാനായി ചെയ്ത ഒരു കാര്യത്തിലും എനിക്കിതുവരെ വിഷമോ കുറ്റബോധോ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ശങ്കരൻ പറയും, അത് എന്നെയും ഈ വീടിനെയും ബാധിച്ചു തോർത്ത് നീ ഇപ്പോഴും വിഷമിക്കുന്നില്ല അല്ലേ? ശ്രീകാന്ത് പറയും, അവന്റെ ചേട്ടന്റെ കാര്യത്തില് ഞാൻ ഇത്തിരി തിടുക്കം കാണിച്ചു, ശരിയാ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് നടക്കില്ലായിരുന്നു. ശങ്കരൻ പറയും, അതാണല്ലോ ഞാനില്ലാത്ത സമയം നോക്കി നീ തിരക്കിട്ട് അത് ചെയ്യാൻ തെരഞ്ഞെടുത്തത്. ശ്രീകാന്ത് പറയും, ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ അച്ഛൻ കുറ്റപ്പെടുത്താൻ മാത്രം ചെയ്യുന്നുള്ളൂ. അച്ഛനും കൂടെ നിന്നിട്ട് ആദ്യമൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും പത്മം ചോദിക്കും, എന്ത് ചെയ്തു എന്നാ? അപ്പോൾ ശ്രീകാന്ത് പറയും, ഒന്നുമില്ല പത്മം, അതൊക്കെ അന്നേ കഴിഞ്ഞു. ശ്രീകാന്തേ, നമ്മൾ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം സത്യമായിരുന്നു. പക്ഷേ ഇനി അതൊന്നും വേണ്ട. ശ്രീകാന്ത് പറയും, അവള് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോ അച്ഛന് ടെൻഷനായല്ലേ? ശങ്കരൻ പറയും, എല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത് ഇപ്പോഴല്ലല്ലോ ശ്രീകാന്തേ, അന്ന് വാരണാസിയിലേക്ക് പോയി വന്ന ആ സമയത്ത് അത് തീരുമാനിച്ചതായിരുന്നു. പിന്നെയും നീ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോയി. ഇനി ഏതായാലും മതി, അവൾക്ക് അവളുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. ശ്രീകാന്ത് പറയും, എനിക്ക് പ്രശ്നമില്ലായിരുന്നു, ഇതിപ്പോ നമ്മുടെ വഴിയിലേക്ക് അവർ കയറി വരുമ്പോഴോ? അച്ഛൻ ചോദിച്ചില്ലേ എന്താ പ്രശ്നമെന്നേ? അവനില്ലേ ആ വിക്രം, അവൻ തന്നെയാ ഇപ്പോഴും പ്രശ്നം. നമ്മുടെ ഫാക്ടറിയിലെ ആ ശ്രീനിവാസന്റെ പാർട്ടി യൂണിയൻ തുടങ്ങിയിരിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി യൂണിയൻ നിയന്ത്രിക്കുന്നത് ആരാണെന്നറിയോ? വിക്രം. അത് കേൾക്കുമ്പോൾ അവര് ഞെട്ടും. ഇനി നോക്കിക്കോ, നമ്മുടെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും അവൻ യൂണിയൻ കൊണ്ടുവരും. അതിന്റെ എല്ലാ നിയന്ത്രണം അവന്റെ കയ്യിലായിരിക്കും. പതിയെ അവൻ ഓരോ കമ്പനിയായിട്ട് പൂട്ടിക്കും. എല്ലാം തകർന്ന് തരിപ്പണാവുന്നത് വരെ അച്ഛൻ സമാധാനത്തിന്റെ വഴിയിലൂടെ പോയിക്കോളൂ. അച്ഛൻ പറഞ്ഞതുപോലെ അവരവരുടെ വഴിയിൽ മുന്നോട്ട് പോകും. വഴിയില്ലാതാവാൻ പോകുന്നത് നമുക്കാ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടുന്ന് പോവാണ്. ശങ്കരൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. പത്മൻ ചോദിക്കും, എന്താ ശങ്കരേട്ടാ ഇത്, എന്താ ഇതെല്ലാം? അപ്പൊ മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അവരവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. വേദ ഇങ്ങനെ പതിയെ വന്ന് നോക്കുമ്പോൾ വിക്രം ഫോണിൽ എന്തോ ചെയ്തോണ്ടിരിക്കുകയാണേ. വിക്രമിന്റെ അടുത്തേക്ക് പോവാതെ വേദ പുറത്തേക്ക് തന്നെ വരും. അപ്പൊ ഉണ്ടാവും കമല ഇങ്ങോട്ട് പോകാനായി റെഡിയായി വരുന്നേ. വേദയ്ക്കും, അമ്മ ഇങ്ങോട്ടാ? എനിക്ക് ആ ഹോമിയോ ഡോക്ടറെ കാണാമായിരുന്നു, അതിന് കാണിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ വേദ പറയും, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഈ സമയം ഇത് നന്ദിനി കാണുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കും, എന്താ മോളെ കാര്യം? അപ്പൊ വേദ പറയും, ഞാനിപ്പോ വിക്രത്തെ വിളിച്ചൊരു കാര്യം പറയും, അമ്മ എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം. കമലയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. നന്ദിനി അവിടുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്, എന്തോ ഉടായിപ്പാണല്ലോ, എന്താന്ന് കണ്ടുപിടിക്കണം. ഇതേ സമയം കമലയ്ക്കും, എന്താ മോളെ, എന്താ കാര്യം? വേദ പറയും, അതൊക്കെ പറയാം, വിക്രത്തെ നല്ല നടപ്പിനുള്ള ഒരു കോഴ്സിന് പറഞ്ഞയക്കാൻ വേണ്ടിയാ. ആദ്യം അമ്മ വിക്രത്തെ വിളിക്കേ. അപ്പൊ കമല ഇങ്ങനെ നോക്കുമ്പോ വേദയ്ക്കും, എന്താ അമ്മേ? നീ ഇങ്ങനെ അവന് വേണ്ടി തുടർച്ചയായി ശ്രമിക്കുന്നോണ്ട് ചോദിക്കുക, ഇതിനെ കൊണ്ട് ഫലം ഉണ്ടാവുന്ന തോന്നുന്നോ? എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? കമല പറയും, ഇതിനോടകം എത്രയോ തവണ നീ ശ്രമിച്ചു, എത്രയോ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും അവന് വല്ല മാറ്റവും ഉണ്ടായോ? ഇല്ലല്ലോ. അപ്പൊ വേദ പറയും, അത് അമ്മ നോക്കണ്ട, ശ്രമിക്കാനുള്ളത് നമ്മൾ ശ്രമിക്കേണ്ടേ അമ്മേ? ആ, ഇത്രയും കാലം ഞാൻ അത് വിചാരിച്ചു തന്നെയാ നിന്റെ കൂടെ നിന്നത്. നീ വന്നപ്പോ എന്റെ മനസ്സിലൊരു പ്രതീക്ഷ അതായിരുന്നു. പക്ഷേ ആ തേരാട്ടിൽ ശ്രീധരനെ അവൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോ അത് നടന്നില്ലല്ലോ അമ്മേ. കമലയ്ക്കും അത്തരം സൂത്രപ്പണികൾ കൊണ്ട് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? മാഷു പറഞ്ഞത് ശരി, മുടി മുറിച്ചതുകൊണ്ട് തലയുടെ ശീലം മാറില്ല. അപ്പൊ വേദ പറയും, അക്കാര്യത്തിലെ ഞാൻ അച്ഛന്റെ പഴഞ്ചൊല്ലിനോടൊപ്പം നിൽക്കില്ലമ്മേ. ഏത് കാര്യത്തിലും നമുക്കൊരു തീരുമാനവും അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് നടക്കുന്നുള്ള വിശ്വാസമാണ് എനിക്ക്. അമ്മയ്ക്കും വിക്രത്തിന്റെ കാര്യത്തിലും അത് മതിയെന്നാണോ? ധാരാളം മതി എന്ന് വേദയും പറയും. ഈ സമയം നന്ദിനിക്ക് ഇത് കേൾക്കുന്നില്ല. ശരിക്ക് കേൾക്കുന്നില്ലല്ലോ, അങ്ങോട്ട് ചെന്ന് നോക്കാം എന്ന് പറഞ്ഞു പോവാണേ. ഇതേ സമയം വേദ കമലയോട് പറയും, അമ്മ ദശരഥ് മാജി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇത് കേട്ട് അമ്മ അറിയും, ഇല്ല. അപ്പോഴേക്കും അങ്ങോട്ട് ശ്രീജയും വരുന്നുണ്ട്. ഇതും കേട്ട് നിൽക്കുക. അങ്ങനെ വേദ പറയണേ, ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച കർഷകനാ. ഭാര്യയോട് വലിയ സ്നേഹവും പ്രണയമൊക്കെ ആയിരുന്നു മാഞ്ചിക്ക്. ഫാൽക്കുനി ദേവി എന്നായിരുന്നു അവരുടെ പേര്. അവരുടെ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ മല കയറി ഇറങ്ങണമായിരുന്നു. ഒരു ദിവസം ഫാൽക്കുനി ദേവി മല കയറുന്നതിനിടയിലെ
താഴെ വീണ് പരിക്കേറ്റു. ടൗണിലെ ആശുപത്രിയിലെത്താൻ 70 കിലോമീറ്റർ പോണായിരുന്നു. ഫാൽക്കുനി മാഞ്ചിയുടെ കൈകളിൽ കിടന്ന് മരിച്ചു. തന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി തന്റെ ഭാര്യയെ തട്ടിയെടുത്ത ആ മല ഇനി ആരുടെ മുന്നിലും തടസ്സായി നിൽക്കരുതെന്ന് മാഞ്ചിക്ക് തോന്നി. ഒരു ചെറിയ ഉളിയും ചുറ്റികയെടുത്ത് അയാൾ ആ മല തുറക്കാൻ തുടങ്ങി. ആളുകൾ അയാളെ അരപിരിയനെന്നും ഭ്രാന്തനെന്നും വിളിച്ചു. ഈ സമയം ഇത് കേട്ട് നന്ദിനി മനസ്സിൽ വിചാരിക്കും, എന്ത് സംശയം, തനി വട്ടൻ. വേദ കഥ തുടരുകയാണ്. എന്നാൽ അതൊന്നും മാഞ്ചിയെ തളർത്തിയില്ല. മരിച്ചുപോയ തന്റെ ഭാര്യ ഫാൽക്കുനി ദേവിക്ക് വേണ്ടിയുള്ള തന്റെ സ്മാരകമാണതെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. നീണ്ട 22 വർഷം അയാൾ ആ മല തുറന്നു. ആ കാലം അത്രയും അയാൾക്ക് ഫാൽക്കുനിയോടുള്ള ഇഷ്ടമായിരുന്നു. അയാളുടെ മനസ്സിനെ പിടിച്ചു നിർത്തിയതും കൈകൾക്ക് കരുത്ത് നൽകിയതും. 22 വർഷം കഴിഞ്ഞ് മാഞ്ചി ആ പണി തീർക്കുമ്പോൾ ആ റോഡിന് 110 മീറ്റർ നീളവും 9 മീറ്റർ വീതിയും ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അപ്പോഴേക്കും നന്ദിനി അറിയും, ഓ ഞാനിത് പഠിച്ചിട്ടുണ്ട്, മല തുരന്ന വൃദ്ധന്റെ കഥയല്ലേ. അപ്പൊ വേദ പറയും, റീൽസ് തുറക്കാൻ വേണ്ടി ഫോൺ തുറക്കുന്ന നേരത്തെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, മാഞ്ചി എന്ന പേരിൽ ഒരു സിനിമയും വന്നിട്ടുണ്ട്. നവാസുദ്ദീൻ സിദ്ദീഖൊക്കെയാണ് അഭിനയിച്ചത്. അതാരായി സാദിഖ്? ഓ നമ്മുടെ സിദ്ദീഖ്. ഞാൻ സിനിമയൊന്നും കാണാറില്ല. അങ്ങനെ വേദ പറയണേ, അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഇഷ്ടമുള്ള ആളുടെ ഓർമ്മയിലെ ഇത്രയൊക്കെ ചെയ്ത മണ്ണിലല്ലേ നമ്മളും ജീവിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ അത്ര പെട്ടെന്ന് കൈവെടിയുന്നത് ശരിയാണോ? ഇതൊക്കെ കാണുമ്പോൾ അമ്മയുടെ ഉള്ളിൽ വല്ലാണ്ട് തട്ടുന്നുണ്ട്. വേദയെ ഇങ്ങനെ നോക്കി കൈകൊണ്ട് കവിളിൽ പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കണേ. ശ്രീജടത്തി കൗതുകത്തിൽ നോക്കി നിൽക്കും. നന്ദിനി വിചാരിക്കും, അയ്യേ ഇതൊക്കെ എന്തിന്? മല പൊളിച്ച കഥ പറഞ്ഞതിനോ? കമല കരഞ്ഞുകൊണ്ട് വേദയുടെ മുന്നിൽ കൈ കൂപ്പുമ്പോൾ വേദ പറയും, അയ്യോ അമ്മേ ഇങ്ങനെയൊന്നും വേണ്ട, ഞാൻ അമ്മയെ ഇങ്ങനെ ഇമോഷണൽ ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പൊ കമല കണ്ണൊക്കെ തുടച്ചിട്ട് അവിടുന്ന് പോവാണേ വിക്രമിന്റെ റൂമിലേക്ക്. വിക്രം ഒന്നിവിടെ വന്നേ. എന്താ അമ്മേ എന്ന് വെച്ച് വിക്രം അങ്ങോട്ട് വരും. കമല വിക്രമിനെ വേദയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് പറയും, വേദയ്ക്ക് നിന്നോട് എന്തോ പറയാനുണ്ട്. അപ്പോഴാണ് വിക്രം എല്ലാരെയും ശ്രദ്ധിക്കുന്നത്. അപ്പൊ അമ്മ പറയും, അത് ചെയ്തേക്കണം. അപ്പൊ വിക്രം വേദയോട് വയ്ക്കും, എന്താ കാര്യം? അമ്മ പറയും, എന്തായാലും അത് നീ അനുസരിക്കും, എതിർത്തൊന്നും പറയണ്ട. വിക്രം ചോദിക്കും, കാര്യം പറ മോളെ. വേദ പറയും, വലിയ കാര്യമൊന്നുമില്ല, വിക്രം എൻ്റെ കൂടെ അമ്പലത്തിൽ വരണം. ഇത് കേൾക്കുമ്പോ വിക്രമേ. അതേസമയം നന്ദിനി പൊട്ടിച്ചിരിക്കുക. നന്ദിനി എന്ന് അമ്മ വിളിക്കുമ്പോ നന്ദിനി പറയും, ഇതുവരെ എന്ത് തള്ളായിരുന്നു, മാഞ്ചി, മല, ഉളി, റോഡ്, പിന്നെ അവസാനം നടൻ സിദ്ധിക്കും. ഇവനെ കൂട്ടി അമ്പലത്തിൽ പോകാനാണെങ്കിൽ ഇമ്മാതിരി തള്ളണായിരുന്നോ എന്റെ പൊന്നു വേദേ. അപ്പൊ വേദ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുമ്പോ നന്ദിനി തല താഴ്ത്ത. വേദ പറയും, അമ്മേ എനിക്ക് ചില തീരുമാനങ്ങളുണ്ട്. വിക്രം എൻ്റെ കൂടെ അമ്പലത്തിൽ വരെ മാത്രമല്ല ചെയ്യേണ്ടത്, അവിടെ വെച്ച് ഞാൻ ചെയ്യുന്ന ചില വഴിപാടുകൾക്ക് ഒപ്പം നിൽക്കണം. അവിടെ വെച്ച് പറയുന്ന മുഴുവൻ അനുസരിക്കണം, ഒന്നിനും എതിര് നിൽക്കരുത്. അപ്പൊ നന്ദിനി വിചാരിക്കും, ഇതിനെന്തോ കുരുട്ടുണ്ടല്ലോ. വിക്രം പറയും, എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ അമ്മ പറയും, വേണം, വേദയോടൊപ്പം അമ്പലത്തിൽ പോകണം. എന്താണോ വേദ പറയുന്നത് അത് മുഴുവൻ അവിടെ പോയി ചെയ്യേ വേണം. വിക്രം വേദയെ നോക്കുമ്പോൾ വേദ തിരിഞ്ഞു നിൽക്കും. അമ്മ അത് നീ ഒന്നും പറയണ്ട, വേദ പറയുന്നത് അനുസരിച്ചാ മതി. ശ്രീജ പറയും, അമ്പലത്തിൽ പോയി വഴിപാട് നടത്തല്ലേ വേണ്ടുള്ളൂ, അതങ്ങ് ചെയ്തേക്ക് വിക്രം. വേദയും പറയും, കമല പറയും, അത് അവൻ വരും, ഞാൻ പോയിട്ട് വേഗം വരാം. വിക്രം നീ വേഗം റെഡിയാവ്. അങ്ങനെ അത് പറഞ്ഞ് കമല ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വേദ പറയും, എൻ്റെ മോൻ പോയി വേഗം കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ഞാനും പോയി റെഡിയാവാം, വാ ശ്രീജടത്തി. അങ്ങനെ അവര് പോയി കഴിഞ്ഞാൽ വിക്രവും പോവും. നന്ദിനി മനസ്സിൽ വിചാരിക്കും, എന്തോ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് അവൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അവളത് ശ്രീജടത്തിയോട് പറയാതിരിക്കില്ല, ചുളിവിൽ അത് അറിയണല്ലോ. ശേഷം പിന്നീട് ശ്രീജടത്തി അവിടെ അകത്തെന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാവരക്കാട്ടോ. അപ്പോഴായിരിക്കും നന്ദിനി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഓരോ സംസാരിച്ചുകൊണ്ട് നൈസായിട്ട് വേദയുടെ പ്ലാൻ എന്താന്ന് ചോദിക്കുകയാണ്. അവൾ അമ്മയോട് സംസാരിച്ച നീയും കേട്ടതല്ലേ, എന്തോ വഴിപാട് വിക്രത്തിനോട് കൊണ്ട് ചെയ്യിക്കാന്നല്ലേ പറഞ്ഞേ, അതിലെന്തോ ഒരു കുരുട്ടില്ലേ? ശ്രീചേർത്തിയോട് സൂചന തന്നിരുന്നോ? കുരുട്ടോ? പിന്നെ വേദ എന്തിനും എന്നോട് പറയണം, അവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യമല്ലേ. നന്ദിനി പറയും, അവരോടൊപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോയാലോ? ശ്രീ ചോദിക്കും, എന്തിനെ? അല്ല, നമ്മുടെയും കൂടെ അനിയനല്ലേ അവൻ, അവന്റെ പേരിൽ ഒരു വഴിപാട് നടക്കുമ്പോ നമ്മളവിടെ ഉണ്ടാവുന്നത് നല്ലതല്ലേ. പോകുന്നത് പാര വെക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ അല്ലല്ലോ, നല്ല കാര്യത്തിനല്ലേ. ശ്രീചേർത്തി വന്നേ. ശ്രീജ പറയും, ഇവിടെ ആരുമില്ല, അമ്മ വന്നിട്ട് പോകാം, നിനക്ക് വേറെ ഒരു പണിയില്ലേ, നീ ഒറ്റയ്ക്ക് വെക്കോന്നാ. ഞാൻ തനിച്ചെന്നാ വേദയ്ക്ക് ഇഷ്ടാവില്ല, ശ്രീചേർത്തിയോടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വരാന്ന് പറ ശ്രീചേർത്തി. ശ്രീജ പറയും, എന്തായാലും അമ്മയൊന്ന് വരട്ടെ, നോക്കാം. അങ്ങനെ നന്ദിനി എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമും വേദയും കൂടെ വിക്രമിന്റെ ബൈക്കില് അവിടെ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ വേദ പറയും, വിക്രം നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വേദ തനിയെ വഴിപാട് സെന്ററിലേക്ക് പോവാം. വിക്രം ഇങ്ങനെ അവിടെ നിന്ന് നോക്കുക, വേദ അവിടെ കൗണ്ടറിൽ പോയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് പിന്നെ വരുന്ന വഴിക്ക് വാങ്ങിക്കാൻ വിട്ടുപോയി, അതാ ഞാൻ ഇവിടെ ചോദിച്ചത്. മണ്ഡലകാലല്ലേ, അതൊക്കെ ഇവിടെ സ്റ്റോക്കാ.
വേദ പറയും എങ്കിലും എല്ലാം എടുത്തോളൂ. എന്തൊക്കെയാ വഴിപാടുള്ളത്? വേദ അതൊക്കെ ഓർഡർ കൊടുക്ക. എങ്കിൽ അത് കഴിഞ്ഞ് വരുമ്പോ എല്ലാം എടുത്തു വെക്കാം. പൈസ അടച്ചു പോയിക്കോളൂ. എത്രയായി? അപ്പൊ പൈസയൊക്കെ പറയുമ്പോ വേദ അത് ഗൂഗിൾ പേ ചെയ്യണേ. എങ്കിൽ തൊഴുതിട്ട് വരാം. ആയിക്കോട്ടെ, സ്വാമി ശരണം. അങ്ങനെ വേദ അവിടെ നിന്ന് പോവാ. വിക്രം അതുവരെ ഇങ്ങനെ നോക്കി നിൽക്കണേ. വിക്രമിന് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് വരുമ്പോ ഉണ്ടാവും ശ്രീജയും നന്ദിനി അങ്ങോട്ട് വരുന്നത്. നന്ദിനിയെ കാണുമ്പോൾ തന്നെ വേദയ്ക്ക് ഇഷ്ടമായിട്ടില്ല. ശ്രീജയുടെ തീരിയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ ചെല്ലും. വിക്രമും ഇവരെ കണ്ട് ഞെട്ടിപ്പോവാണേ. നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ശ്രീജടത്തി. അപ്പൊ ശ്രീജ പറയും ഈ നന്ദിനിയുടെ നിർബന്ധമാണ്. നന്ദിനി പറയും വിക്രമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും വഴിപാടൊക്കെ ആവുന്നത് അപ്പൊ പിന്നെ കൂടുന്നത് നല്ലതല്ലേ വേദേ? പിന്നെന്താ ചോദിക്കാനുണ്ടോ? അപ്പൊ നന്ദിനി പറയും നിങ്ങൾ പോകുന്നതിന് പിന്നാലെ അമ്മ വന്നു. പിന്നെ അമ്മയോട് പറഞ്ഞിട്ട് ഞങ്ങളും ഇറങ്ങി. വാ വാ വിക്രം എന്ന് പറഞ്ഞ എല്ലാവരും കൂടെ പോകുമ്പോൾ നന്ദിനിക്കും എന്ത് വഴിപാടാണ് നടത്താൻ പോകുന്നത്? വേദ പറയും വഴിപാട് പറഞ്ഞാൽ ഫലം പോകുന്നാണ്. ഹോ എന്ന് നന്ദിനി പറയും. അങ്ങനെ കൂടെ പോവാണ്. അങ്ങനെ അവരെ ക്ഷേത്രത്തിനകത്തേക്ക് കയറി അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കണേ. വിക്രമിനെ ഇങ്ങനെ വേദ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരുമേനി വന്ന് പ്രസാദമൊക്കെ കൊടുത്തിട്ട് വയ്ക്കും. ഇയാളാണോ വഴിപാട് ചെയ്യുന്നത്? ആ അതെ. തിരുമേനി പറയും എങ്കിൽ പ്രദക്ഷിണം വെച്ചിട്ട് തൊട്ടപ്പുറത്തൊരു കിണറുണ്ട്, അവിടെ പോയി കുളിച്ചു വന്നോളൂ. ഇത് കേൾക്കുമ്പോൾ വിക്രമിനാകെ ഞെട്ടല്. എന്തൊക്കെയോ ചില സംശയം. ഇടം വിട്ട് നിൽക്കുമ്പോൾ വേദ പറയും വരൂ പ്രദക്ഷിണം നടത്താം. വിക്രം ചോദിക്കും എന്ത് വഴിപാടാ ചെയ്യാൻ പോകുന്നേ? പോയി കുളിച്ചിട്ട് വരുമോ? വിക്രം ദൈവസന്നിധിയിൽ വെച്ച് സംശയത്തോടുള്ള ചോദ്യങ്ങളൊന്നും പാടില്ലെന്നാ. തിരുമേനി പറയും എന്നാ പോയി വന്നോളൂ. വിക്രമിന്റെ മുഖം മാറുന്നുണ്ട് കേട്ടോ. വേദ പറയും ചെല്ലൂ. വിക്രം വേദ ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ തിരുമേനി അവരെ കാണുമ്പോൾ ചോദിക്കും, അതായത് ശ്രീജടത്തിനെയും നന്ദിനിയും കാണുമ്പോൾ ഇവർക്ക് പ്രത്യേകം വേറെ എന്തെങ്കിലും വഴിപാടുണ്ടോ? അവർ രണ്ടുപേരും ഇല്ലാന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിരിക്കുമ്പോൾ വേദ പറയും ആ നന്ദിനി അടുത്തേക്കുണ്ട്. അത് കേൾക്കുമ്പോൾ നന്ദിനി ഞെട്ടും. എന്ത്? വേദ പറയും നമ്മളന്ന് നേർന്നിരുന്നില്ലേ നന്ദിനി അടുത്തി? 1001 തവണ നമശിവായ ജപിച്ചിട്ട് 21 തവണ ഒറ്റയടി പ്രദക്ഷിണം. ഇത് കേട്ട് അവര് ഞെട്ടിപ്പോവും. തിരുമേനി പറയും ആണോ? ആയിക്കോട്ടെ, അയാൾ കുളിച്ചു വരുമ്പോഴേക്കും ഇത് നടക്കട്ടെ. അങ്ങനെ തിരുമേനി പോയി കഴിഞ്ഞാൽ നന്ദിനി ഡി എന്ന് വിളിക്കുമ്പോൾ ശ്രീജ തടയണേ. വേദ പറയും 21 തവണ ഒറ്റയടി, അതത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നന്ദിനി അടുത്ത് വന്ന് കയറിയത് കണ്ടപ്പോൾ ഞാൻ നേർന്നതാ. 1001 അടി എന്ന് പറഞ്ഞ് നേരാതിരുന്നത് ഭാഗ്യം. അത് കേൾക്കുമ്പോൾ തന്നെ നന്ദിനി പേടിക്കും. വാ എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്തോ. അങ്ങനെ നന്ദിനി ഓം നമ ശിവായ ഓം നമ ശിവായ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയടി പ്രദക്ഷിണം ചെയ്യണം അവിടെ. ഇത് കാണുമ്പോൾ വേദയ്ക്കും ശ്രീജയ്ക്കും ചിരി വരുന്നുണ്ട്. വേദ പറയും കുറച്ച് പാപമെങ്കിലും തീരട്ടെ ശ്രീജടത്തി. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം അവിടെയുള്ള ആ കിണറിന്റെ അടുത്ത് പോയിട്ട് വെള്ളം എടുത്ത് തലയിലൂടെ കോരി ഒഴിച്ച് കുളിക്കുക. നന്ദിനിയാണെങ്കിൽ അവിടെ ഇങ്ങനെ പ്രദക്ഷിണം വെക്കുകയാണ്. വേദയും ശ്രീജയും പ്രാർത്ഥിക്കും. അല്പസമയം കഴിയുമ്പോൾ വിക്രം അങ്ങോട്ട് വരാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ തിരുമേനി അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് വരും. എങ്കിൽ പിന്നെ ശയന പ്രദക്ഷിണം ചെയ്യാം. അത് കേൾക്കുമ്പോൾ നന്ദിനി വേഗം വേഗം കാല്, അതായത് ഒറ്റയടി പ്രദക്ഷിണാണല്ലോ, സ്പീഡിൽ വെച്ചങ്ങ് പോകും. ഈ സമയം വിക്രം കുളിച്ച് അങ്ങോട്ട് വരുന്നതോടത്താണ് ഈ ഭാഗം കഴിയുന്നത്. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളത് വിക്രമിൻ്റെ കഴുത്തിൽ മാല ഇട്ട് കൊടുക്കുക. മണ്ഡലമാസമാണല്ലോ. അങ്ങനെ ഒറ്റക്കൊമ്പൻ വിക്രമിനെ വേദ തളച്ചിരിക്കുകയാണ്. ഇനിയപ്പോൾ ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. നാളെ എപ്പിസോഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്